നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രാമ്യ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. വടക്കേ കാരമുക്ക് സെന്റ് ജോസഫ് കുരിശുപള്ളിയിൽ വിശുദ്ധ യൗസേ പിതാവിന്റെ തിരുനാളിന് കൊടികയറി. ആരാധന, നൊവേന, ദിവ്യബലിക്ക് ശേഷം തിരുനാൾ സപ്ലിമെന്റ് പബ്ലിസിറ്റി കൺവീനർ സിനോയ് ജോസഫിന് നൽകി സെന്റ് ആൻഡ്രീസ് പള്ളി വികാരി ഫാദർ പ്രതീഷ് കല്ലറക്കൽ തിരുനാൾ സപ്ലിമെന്റ് പ്രകാശനം ചെയ്യുകയും കൊടിയേറ്റ് കർമ്മം നിർവഹിക്കുകയും ചെയ്തു. തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി 4 മുതൽ 10 വരെ വൈകിട്ട് 5 മണിക്ക് നവനാൾ ദിവ്യബലി, ലതീൻ, നൊവേന, സന്ദേശം, പ്രസിദ്ധേന്തി, വാഴിക്കൽ, നേർച്ച ഭക്ഷണ വിതരണം. മെയ് 11 രാവിലെ 11 മുതൽ വീടുകളിലേക്ക് ലില്ലിപ്പൂവ് എഴുന്നള്ളിപ്പ്. മെയ് 12 രാവിലെ 10 മണിക്ക് ആഘോഷമായ പാട്ടുകുർബാന, സന്ദേശം, തിരുനാൾ പ്രദക്ഷിണം. വൈകിട്ട് 5 മണിക്ക് ഇടവക അതിർത്തിയിൽ നിന്നും ലില്ലിപ്പൂവ് എഴുന്നള്ളിപ്പ് കുരിശുപള്ളിയിൽ സമാപിക്കും. മെയ് 13 വൈകിട്ട് 6 മണിക്ക് മരിച്ചവർക്ക് വേണ്ടിയുള്ള ദിവ്യബലി, ഒപ്പീസ്. 7 മണിക്ക് സിനിമാ പ്രദർശനവും നടക്കും. തൃശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ TSTA കരാത്തെ അക്കാദമിയും കരാത്തെ ദോ ഗോജുക്കാൻ അസോസിയേഷനും സംയുക്തമായി നടത്തുന്ന വേനൽ അവധി കരാത്തെ ക്യാമ്പിന് തൃപ്രയാറിൽ തുടക്കമായി. തൃശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. TSTA ജനറൽ സെക്രട്ടറി CG അജിത് കുമാറിന്റെ അധ്യക്ഷത വഹിച്ചു. ഗോജുക്കാൻ ഇന്ത്യ പ്രസിഡന്റ് ക്യോഷി മധു വിശ്വനാഥ് മുഖ്യപ്രഭാഷണം നടത്തി. യോഗത്തിൽ ഗോജുക്കാൻ കേരള പ്രസിഡന്റ് സെൻസായ് സൂരജ് KS, TSTA ട്രഷറർ ദില്ലി രത്നം, ഗോജുക്കാൻ ഇന്ത്യ വൈസ് പ്രസിഡന്റ് സെൻസായ് സുനിൽ VS, ഗോജുക്കാൻ ഇന്ത്യ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സെൻസായ് രാജു KS, സാന്ദ്ര EP എന്നിവർ സംസാരിച്ചു. മെയ് 4 മുതൽ 24 വരെ 20 ദിവസമാണ് ക്യാമ്പ്. മെയ് 9 മുതൽ 12 വരെ ഡെറാഡൂണിൽ വെച്ച് നടക്കുന്ന കരാത്തെ ഇന്ത്യ ഓർഗനൈസേഷൻ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്ന കരാത്തെ ദോ ഗോജുവൻ ഇന്ത്യയുടെ വിദ്യാർത്ഥികളായ സാന്ദ്ര, ശബരിനാഥ്, നയന, അർമാൻ എന്നിവർക്കുള്ള ആദരവും യാത്രയയപ്പും ചടങ്ങിൽ നടന്നു. ശ്രീനാരായണ ഗുരുദേവ ചൈതന്യ പ്രതിഷ്ഠയുടെ 50ാം സുവർണ ജൂബിലി വാർഷികത്തിന്റെ ആഘോഷ പ്രവർത്തനങ്ങൾക്ക് നിധി സ്വരൂപിക്കുന്നതിനായി ശ്രീനാരായണ ഗുരുദേവ മന്ദിരം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് പടിയം പള്ളിയമ്പലം ഗുരുദേവ മന്ദിരാങ്കണത്തിൽ നടന്നു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ ഉദ്ഘാടനം ചെയ്തു. താനിം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് മുഖ്യാതിഥിയായിരുന്നു. രക്ഷാധികാരികളായ KS രാഘവൻ, KK രാജൻ, ശിവരാമൻ ചക്കിത്തറ, TK സോമൻ എന്നിവർ സംസാരിച്ചു. നറുക്കെടുപ്പ് വിജയികൾക്കുള്ള സമ്മാനങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു. ഒരുപാട് വ്യക്തികളുടെ ഒരു പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഈ നിലയിലൂടെ ഉയർന്നു വന്നിട്ടുള്ളത്. നമ്മുടെ കാരണന്മാരൊക്കെ വളരെ ഒരുപാട് പ്രയത്നത്തിന്റെ ഭാഗമായി ഇന്നത്തെ നിലയിലേക്ക് വളരെ നല്ല നിലയിൽ തന്നെ ഇത് തുറന്നു പോകാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയും നല്ല രീതിയിൽ തന്നെ ഇത് തുടർന്നു പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആടുജീവിതം സിനിമയിലെ നജീബിനെ അനുകരിച്ച് ശ്രദ്ധ നേടുകയാണ് തൃപ്രയാർ സ്വദേശി യൂസഫ് കച്ചേരി. ആടുജീവിതം സിനിമയിലെ പെരിയോണി എന്ന ഗാനത്തോടെയാണ് യൂസഫ് അഭിനയിച്ചിരിക്കുന്നത്. കണ്ടില്ല കണ്ടില്ല മകൾ തമന്നയാണ് ഉപ്പയ്ക്ക് ഈ രംഗം ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യാൻ കാരണമായത്. സോഷ്യൽ മീഡിയയിൽ കണ്ട ഏതാനും ഭാഗങ്ങൾ മാത്രം കണ്ടാണ് വീഡിയോ ചെയ്തത്. സോഷ്യൽ മീഡിയയിൽ ഇതിനകം വൈറലായി മാറിയിരിക്കുകയാണ് യൂസഫിന്റെ വീഡിയോ. അങ്ങകലെ അങ്ങകലെ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണപ്പോ. ആടുജീവിതം എന്ന് പറഞ്ഞ നോവലിനെ ബേസ് ചെയ്തിട്ട് ഇപ്പൊ ആടുജീവിതം സിനിമ ഹിറ്റായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അതിന്റെ ഒരു രംഗമാണ് ഇപ്പൊ ചേട്ടൻ ഇപ്പൊ അഭിനയിച്ച് അതിപ്പോ നല്ല രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. വർക്കൊക്കെ എങ്ങനെയായിരുന്നു? എന്റെ മോളുണ്ടായിരുന്നു തമന്ന എന്ന് പറയും പേര്. അപ്പൊ അവര് പറഞ്ഞു വാപ്പച്ചിയുടെ രൂപം ഇങ്ങനെ കൊണ്ടല്ലോ, അപ്പൊ എന്തെങ്കിലും വാപ്പച്ചി ചെയ്തുകൂടെ നോക്കിയപ്പോ
ഇങ്ങനത്തെ നമ്മളെ ബോഡി ലാംഗ്വേജും അങ്ങനത്തെ സംഭവം ഉണ്ടായപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാൻ പറഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഞാൻ ഈ പാട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്മൾ ഈ പൃഥ്വിരാജ് മറ്റൊന്നല്ല ഇമിറ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മൾ മറ്റേ ഹക്കീം നമ്മുടെ ക്യാരക്ടർ അത് ഭയങ്കര നമുക്ക് ഭയങ്കര ഫീൽ. ഞാൻ ഇതുവരെ സിനിമ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് വർഷങ്ങൾ കണ്ട് പതയോളം ഇരുന്നിട്ട് ഒരുപാട് വർഷം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അത് നമുക്ക് കണ്ടപ്പോൾ ഭയങ്കര ഫീൽ ചെയ്തു. അപ്പോൾ തടിയും മുടിയും അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യാൻ നോക്കിയപ്പോൾ ചെയ്തു. അപ്പോൾ ഒരുപാട് ആൾക്കാർ അംഗീകരിച്ചു, കുറേ ആൾക്കാർ കണ്ടു, ഇഷ്ടപ്പെട്ടു. ഭയങ്കര സന്തോഷമാണ്. നിങ്ങൾ വിളിച്ചതിന് സന്തോഷമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത് ഇപ്പോൾ വിജയിച്ച ഒരു വിധം നല്ലൊരു സന്തോഷത്തിലാണ് നിൽക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന് പിന്നിൽ ഇപ്പോൾ നമ്മുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും അതൊരു മരുഭൂമിയാണെന്നുള്ളൊരു ഫീല് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ സെറ്റിംഗ് ഒക്കെ എവിടെയായിരുന്നു? അതിന് വേണ്ടിയുള്ള ക്യാമറ എന്തൊക്കെ ആരൊക്കെയായിരുന്നു? അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, മറ്റേ സജി എന്ന് പറയും, സജിത്ത് തളിക്കുളം. ആള് ഭയങ്കര എഫക്റ്റും സംഭവമില്ല, പക്ഷെ ആള് ഭയങ്കര കോപ്പറേറ്റീവ്. നമ്മളൊന്നും ഇപ്പം നീണ്ട് വന്നാൽ നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞു ചെയ്തു. ആള് കളിമ്പുറം ബീച്ചിൽ നമ്മളെ സാധനം ചെയ്തു. അടിപൊളി. എല്ലാവരും ഭയങ്കര ഒരുപാട് അപ്രീഷിയേറ്റ് എടുത്തു ആളെ. സജിത്ത് നന്നായി ചെയ്തിരുന്നു. അതും ഭയങ്കര ഭാഗ്യമാണ് നമുക്ക് ഇങ്ങനെ ഒരു സാധനം. അല്ലെങ്കിൽ നമ്മൾ സാമ്പത്തികം മറ്റേ സംഭവം നോക്കിയിട്ടില്ല, നമ്മളെ അത്രയും സുഹൃത്തുക്കളിലുള്ള ഒരു സംരംഭമാണിത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സംഭവം എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നു തോന്നി വന്നപ്പോൾ ആൾ പറഞ്ഞു ആടാ ചെയ്യാം നമുക്ക്. അപ്പോൾ അത് ഭയങ്കര ബന്ധം അങ്ങനെ ചെയ്തു. എന്തായാലും അടിപൊളി സന്തോഷം. മധുമാസ പെണ്ണ്, ഈ മനോഹര ഭൂമിയിൽ തുടങ്ങിയ ഹിറ്റ് ആൽബങ്ങളുടെ സംവിധായകൻ കൂടിയാണ് യൂസഫ് കച്ചേരി. തൃപ്രയാറിലെ ഓട്ടോ ബ്രദേഴ്സാണ് വീഡിയോയ്ക്ക് പ്രചോദനമായത്. ഞാൻ ആദ്യമായിട്ടുള്ള ചെയ്ത ആൽബം ഈ മനോഹര ഭൂമി എന്ന ആൽബമായിരുന്നു. അത് ഈ ഓർബിറ്റ് ചാനലൊക്കെ ഇന്ന് പണ്ട് എഡിറ്റ് ചെയ്യുന്നത്. അത് ഭയങ്കര ഹിറ്റായിരുന്നു. അതിനുശേഷം സനുഷ എന്ന് പറഞ്ഞ നടീനെ വീണിട്ട് ഒരു 6 വയസ്സൊക്കെ ഉള്ളപ്പോൾ ആയിരുന്നു. അപ്പോൾ അതും ഭയങ്കര ഹിറ്റായിരുന്നു, മധുമാസ പെണ്ണ് ആൽബം. പിന്നെ ഒരു 14 ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേരിന് ആവശ്യമില്ല. അപ്പോൾ ഇതൊക്കെ നല്ല ഹിറ്റായിരുന്നു. അപ്പോൾ എനിക്ക് ഓക്കെ സന്തോഷം. എന്തായാലും അപ്പോൾ സന്തോഷം. ഇങ്ങനെ എന്തായാലും അഭിനയം എന്നുള്ള രീതിയിലേക്ക്, സംവിധാനത്തിന് അപ്പുറത്തേക്ക് അഭിനയത്തിലേക്കും കൂടി കടന്നു ചെല്ലാനായിട്ട് പറ്റട്ടെ. അത് എല്ലാവരും അംഗീകരിക്കട്ടെ എന്ന് അത് പറയുന്നു. സന്തോഷം. നമുക്കും ആരെയും കണ്ടിട്ട് നമ്മളങ്ങനെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ട്. നമുക്കങ്ങനെ ഒരു എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സംഭവം എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ഇങ്ങനെ എല്ലാവരും വിളിച്ചാൽ നമുക്ക് എന്നെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുമെങ്കിൽ ചെയ്യിച്ചാൽ ഞാൻ അത് ചെയ്യാൻ തയ്യാറാണ്. അതും വലിയൊരു അംഗീകാരമായിരിക്കും. സന്തോഷം. നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണപ്പോലിങ്ങിരുന്നാലും അറിയണുണ്ടേ, മിണ്ടാമൺ തരിവാരിയെടുത്തതിൽ കണ്ടില്ല കണ്ടില്ല നിന്നനവ്, കണ്ടില്ല കണ്ടില്ല നിന്നനവ്. വെളുത്തൂർ നമ്പൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ മേഢഭരണി കാർത്തിക വേലാഘോഷത്തിന് കൊടികയറി. 8-ന് ഭരണിവേലയും 9-ന് കാർത്തികവേലയും ആഘോഷിക്കും. 8-ന് രാവിലെ 7-ന് സോപാന സംഗീതം, 12:30-ന് പഞ്ചവാദ്യത്തോടെ വലിയ പാണിക്കുട്ടി ഭഗവതി പുറത്തേക്ക് എഴുന്നള്ളിക്കും. 4-ന് മേളത്തോടെ തിരിച്ചെഴുന്നള്ളിപ്പ്, 7-ന് വർണ്ണമഴ, 7:30-ന് ഗാനമേള, 10-ന് ട്രിപ്പിൾ തായമ്പക, 1-ന് രാത്രി വേല എഴുന്നള്ളിപ്പ്. തുടർന്ന് കാർത്തികവേലയുടെ ഭാഗമായി അനുഷ്ഠാന കലാരൂപങ്ങളുടെ എഴുന്നള്ളിപ്പ്, വൈകിട്ട് 5-ന് കാവുതീണ്ടൽ എന്നിവ നടക്കും. കുടിയേറ്റത്തിന് തന്ത്രി പഴങ്ങാമ്പറമ്പ് കൃഷ്ണൻ നമ്പൂതിരി കാർമ്മികനായി. ദേവസ്വം പ്രസിഡന്റ് കെ രാമചന്ദ്രൻ, പി കൃഷ്ണൻകുട്ടി നായർ, ഗോപി അറയ്ക്കൽ, വൈശാഖ് എന്നിവർ നേതൃത്വം നൽകി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നാട്ടിക നിയോജക മണ്ഡലം യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ ഹെൽത്ത് കാർഡ് ക്യാമ്പ് നടത്തുന്നു. മെയ് 5-ന് രാവിലെ 9:30 മുതൽ 3 മണി വരെ വലപ്പാട് ചന്തപ്പടി KC വാസു മെമ്മോറിയൽ ഹാളിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ ബുക്ക് ചെയ്യുവാൻ വിളിക്കേണ്ട നമ്പർ 9848489929 അല്ലെങ്കിൽ 9074058267 അല്ലെങ്കിൽ 7907071711. ഭക്ഷണ സാധനങ്ങൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങളിലെ ഉടമകളും ജീവനക്കാരുമാണ് ഹെൽത്ത് കാർഡ് നിർബന്ധമായും എടുക്കേണ്ടത്. ക്യാമ്പിന് വരുന്നവർ അവരവരുടെ ആധാർ കാർഡ് കോപ്പി കൊണ്ടുവരണമെന്ന് ഭാരവാഹികളായ താജുദ്ദീൻ കാവുങ്ങൽ, അരുൺ പി ശ്രീരാജ് എന്നിവർ അറിയിച്ചു. സംസ്ഥാനത്ത് ചൂട് ശക്തമാകുന്ന സാഹചര്യത്തിൽ മദ്രസകൾക്ക് അവധി പ്രഖ്യാപിച്ച് സമസ്ത. മെയ് 6 വരെയാണ് അവധി പ്രഖ്യാപിച്ചത്. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറി MT അബ്ദുല്ല മുസ്ലിയാർ ആണ് ഇക്കാര്യം അറിയിച്ചത്. മെയ് 6 വരെ സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളും അടച്ചിടാൻ ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകിയിരുന്നു. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം, കൂടുതൽ ഇളവുകൾ നൽകും. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റിൽ കൂടുതൽ ഇളവ് വരുത്തി മോട്ടോർ വാഹന വകുപ്പ്.
ഗതാഗത കമ്മീഷണർ നൽകിയ സർക്കുലറിൽ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഭേദഗതി നിർദ്ദേശിക്കുകയായിരുന്നു. ഇതുപ്രകാരം പ്രതിദിന ടെസ്റ്റുകളുടെ എണ്ണം 30-ൽ നിന്ന് 40 ഉയർത്തും. 25 എണ്ണം പുതിയ അപേക്ഷകൾക്കും 10 എണ്ണം മുമ്പ് ടെസ്റ്റിൽ പരാജയപ്പെട്ടവർക്കുമായിരിക്കും. 5 എണ്ണം വിദേശത്ത് പഠനത്തിനോ ജോലിക്കോ പോകുന്നവർക്കായി മാറ്റിവെക്കും. നിശ്ചിത വിഭാഗത്തിലുള്ളവർ ഇല്ലെങ്കിൽ അത് ലേണേഴ്സ് ലൈസൻസ് കാലാവധി ഏറ്റവും ആദ്യം അവസാനിക്കുന്നവർക്ക് നൽകും. 15 വർഷം കഴിഞ്ഞ വാഹനങ്ങൾ 6 മാസം കൂടി ടെസ്റ്റിന് ഉപയോഗിക്കാൻ അനുവദിക്കും. വാഹനത്തിനുള്ളിൽ ക്യാമറ സ്ഥാപിക്കുന്നതിന് 3 മാസം വരെ സമയം അനുവദിക്കും. പുതിയ ടെസ്റ്റ് പരിഷ്കരണം നടപ്പാക്കുന്നതിന് ട്രാക്ക് സ്ഥാപിക്കുന്നതിന് വരെ റോഡ് ടെസ്റ്റ് തുടരാനും നിർദ്ദേശിച്ചു. ഇത് സംബന്ധിച്ച പുതുക്കിയ സർക്കുലർ ശനിയാഴ്ച ഇറക്കും. പരശുരാം 1.5 മണിക്കൂർ വൈകി പുറപ്പെടും. തീവണ്ടി സമയത്തിൽ മാറ്റം. പാളത്തിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിന്റെ ഭാഗമായി ചില തീവണ്ടികളുടെ യാത്രാ സമയത്തിൽ റെയിൽവേ മാറ്റം വരുത്തി. മംഗളൂരു നാഗർകോയിൽ പരശുരാം എക്സ്പ്രസ് 11-നും 22-നും രാവിലെ 5:05 പുറപ്പെടേണ്ടത് 1.5 മണിക്കൂർ വൈകി 6:35 മാത്രമേ പുറപ്പെടുകയുള്ളൂവെന്ന് പാലക്കാട് റെയിൽവേ ഡിവിഷൻ അധികൃതർ അറിയിച്ചു. ബംഗളൂരു ചെന്നൈ വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് 10-നും 21-നും രാത്രി 11:45 മംഗളൂരുവിൽ നിന്ന് പുറപ്പെടുന്നതിന് പകരം ഉള്ളാൾ സ്റ്റേഷനിൽ നിന്ന് 12:15 പുറപ്പെടും. മംഗളൂരു കോഴിക്കോട് എക്സ്പ്രസ് 11-നും 22-നും രാവിലെ 5:15 മംഗളൂരുവിൽ നിന്ന് പുറപ്പെടുന്നതിന് പകരം ഉള്ളാൾ സ്റ്റേഷനിൽ നിന്ന് രാവിലെ 5:45 പുറപ്പെടും. മംഗളൂരു തിരുവനന്തപുരം ഏറനാട് എക്സ്പ്രസ് 14 മുതൽ 19 വരെ കൊല്ലം ജംഗ്ഷൻ സർവീസ് അവസാനിപ്പിക്കും. തിരുവനന്തപുരം മംഗളൂരു ഏറനാട് എക്സ്പ്രസ് 15 മുതൽ 20 വരെ കൊല്ലം ജംഗ്ഷനിൽ നിന്ന് രാവിലെ 4:38 യാത്ര പുറപ്പെടും. കൊച്ചുവേളി മംഗളൂരു അന്ത്യോദയ എക്സ്പ്രസ് 16, 18, 23 തീയതികളിൽ ആലപ്പുഴ എറണാകുളം ജംഗ്ഷൻ ഒഴിവാക്കി കോട്ടയം എറണാകുളം ടൗൺ വഴിയാകും ഓടുക. സംസ്ഥാനത്ത് ഉഷ്ണതരംഗ സാധ്യത വർദ്ധിച്ചതിനെ തുടർന്ന് റേഷൻ കടകളുടെ പ്രവർത്തന സമയത്തിൽ മാറ്റം വരുത്തി. രാവിലെ 8 മണി മുതൽ 11 വരെയും വൈകിട്ട് 4 മുതൽ 8 മണി വരെയും പ്രവർത്തന സമയം ക്രമീകരിച്ചതായി പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചു. ഇതോടുകൂടി ഗ്രാമീയ ഉച്ചവാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.